2023-24 കൊല്ലത്ത് നടന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാനുവലിന് വിരുദ്ധമായി വൻതോതിൽ സാമ്പത്തിക വിനിമയം നടത്തിയതായി രേഖകൾ. ഓരോ കമ്മിറ്റിക്കും ബജറ്റിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക ചെലവഴിച്ചതായുള്ള വിവരാവകാശ രേഖകൾ പുറത്തുവന്നു. കലോത്സവവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ നിയമസഭയെയും തെറ്റിദ്ധരിപ്പിച്ചതായി വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. 2023-24 അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവം, ശാസ്ത്രോത്സവം, കായികമേള എന്നിവയുടെ ഭാഗമായി അക്കോമഡേഷൻ കമ്മിറ്റി നൽകിയ തുക എത്രയെന്ന ചോദ്യത്തിന് 3 ലക്ഷമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. അതിൽ 24,000 മാത്രമാണ് അനുവദിച്ചതെന്നും ബഡ്ജറ്റ് തുകയ്ക്ക് പുറമെ മറ്റു പണം അനുവദിച്ചിട്ടില്ലെന്നും മന്ത്രിയുടെ മറുപടിയിലുണ്ട്. എന്നാൽ AHSTA ജനറൽ സെക്രട്ടറി S. മനോജിന് ലഭിച്ച വിവരാവകാശ രേഖയിൽ 2023-24 വർഷത്തിൽ 32,47,079 രൂപ അക്കോമഡേഷൻ കമ്മിറ്റി കൺവീനർ അറിയാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് റൂമുകൾ ബുക്ക് ചെയ്യാൻ വിനിയോഗിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നു. 2023-24 കലോത്സവ മാനുവൽ പ്രകാരം വിധികർത്താക്കൾക്കുള്ള റൂമുകൾ ബുക്ക് ചെയ്യേണ്ടത് അക്കോമഡേഷൻ കമ്മിറ്റി കൺവീനറുടെ ചുമതലയാണ്. സംഘാടക സമിതിയെ അറിയിക്കാതെയും നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിച്ചും ലക്ഷങ്ങളുടെ ധനവിനിയോഗം നടത്തിയതിനു പിന്നിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ റാക്കറ്റാണെന്നാണ് ആരോപണം. സംസ്ഥാന സ്കൂൾ കലോത്സവ നടത്തിപ്പിലെ ഉദ്യോഗസ്ഥ ലോബിയുടെ അനധികൃത ഇടപെടലുകൾ അവസാനിപ്പിക്കണം. സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ജഡ്ജസിനും ഒഫീഷ്യൽസിനും ആവശ്യമായ റൂമുകൾ ബുക്ക് ചെയ്യേണ്ടത് അക്കോമഡേഷൻ കമ്മിറ്റി കൺവീനറായിരിക്കെ മാനുവലിന് വിരുദ്ധമായി DPIയിലെ ഉദ്യോഗസ്ഥർ റൂം ബുക്ക് ചെയ്തതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ്. തന്നെയുമല്ല, അധ്യാപക സംഘടനകളോട് ആലോചിക്കാതെ മാനുവൽ പരിഷ്കരണം നടത്തിയതിന് പിന്നിലും ദുരൂഹതയുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ബഡ്ജറ്റ് തുകയും അതുപോലെ തന്നെ ചെലവ് തുകയും തമ്മിലുള്ള വ്യത്യാസം വലിയതാണ്. ഇവയെക്കുറിച്ചുള്ള ദുരൂഹത നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ 2023-24 വർഷത്തിൽ വിധികർത്താക്കൾക്ക് നൽകിയ 59,30,410 രൂപയുടെ കണക്കും കലോത്സവ ചെലവുകൾ സംബന്ധിച്ച നിയമസഭാ ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിലില്ല. വിധികർത്താക്കൾക്കുള്ള താമസത്തിനും അവർക്കുള്ള പ്രതിഫലം നൽകുന്നതിനും ചെലവാക്കിയ 91,87,489 രൂപയുടെ കാര്യത്തിലാണ് കൃത്യമായ കണക്കുകളില്ലാത്തത്. 62ാം കലോത്സവം സംബന്ധിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിലെ ആഭ്യന്തര കണക്ക് പരിശോധനാ വിഭാഗം നടത്തിയ പരിശോധനാ റിപ്പോർട്ടിലും അക്കോമഡേഷൻ ഇനത്തിലും വിധികർത്താക്കൾക്ക് നൽകിയ ഇനത്തിലും ചെലവായ തുകയെ സംബന്ധിച്ച കണക്കുകളും ലഭ്യമായിട്ടില്ല. ജനം, കോഴിക്കോട്.